രാജസ്ഥാൻ റോയൽസിനെ പിടികൂടിയിട്ടുള്ളൊരു ഭൂതമുണ്ട്. ആ ഭൂതത്തിൻ്റെ പേര് ഓപ്പണിംഗ് ഭൂതം എന്നാണ്. വളരെ അപൂർവമായിട്ടുള്ള കളികളിൽ മാത്രമേ ഓപ്പണിംഗ് വിക്കറ്റിൽ രാജസ്ഥാന് കുറച്ച് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ലാസ്റ്റിലെ രാജസ്ഥാൻ്റെ കളി നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയതുകൊണ്ട് നന്നായിട്ട് കളിച്ചും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ ആ ജയ്സ്വാൾ പോയതോടുകൂടി പിന്നെ വരുന്നവർക്ക് ആ ഒരു ആത്മവിശ്വാസക്കുറവ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻലി ഇതാണ് രാജസ്ഥാൻ്റെ പ്രശ്നം. അവിടെ സായ് സുദർശന് സപ്പോർട്ടായിട്ട് ബട്ട്ലർ നിന്നതുകൊണ്ട് ആ ടീമിന് അത്രയും ഒരു കോൺഫിഡൻറ്റ് ടോട്ടലി കിട്ടി. പക്ഷേ രാജസ്ഥാൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ രാജസ്ഥാൻ ഒരു വിക്കറ്റ് ഫസ്റ്റിലേ പോയാൽ പിന്നെ രാജസ്ഥാൻ അടിപതർന്നതാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ ഓപ്പണിംഗ് ഇറങ്ങുന്നവർ ക്ഷമാപൂർവം ഒരു ഓവറിൽ ഏകദേശം 10 റൺസ് എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയി ഒരു 80 അല്ലെങ്കിൽ 70 ഒക്കെ ആകുമ്പോൾ ആ ഒരു അറ്റാക്കിംഗ് ലെവലിലേക്ക് വരാം. അതല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ ആരെങ്കിലും പെട്ടെന്ന് ഔട്ടായി പോവുകയാണെങ്കിൽ അത്യാവശ്യം മനക്കട്ടിയുള്ള ഒരു 1 ഡൗണിനെ അവിടെ ഇറക്കുക. ഈ 2 കാര്യങ്ങളിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ്റെ ഇനിയുള്ള കളികളുടെ നില പരിതാപകരമാവുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സഞ്ജു സാംസണും ഹെത്തിമേറും അവരെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജയ്സ്വാളാണെന്നുണ്ടെങ്കിലും പരാഗാണെന്നുണ്ടെങ്കിലും ജുറേലാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഒരു വൻ പരാജയമായിട്ട് കാണുന്നുണ്ട്. എല്ലാ കളികളിലും എല്ലാവരും നന്നായിട്ട് ബാറ്റിംഗ് ബോളിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീം നന്നായിട്ട് എല്ലാവരും കളിക്കണം, ഇറങ്ങുന്നവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്റ്റേബിളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചുരുക്കം പേര് ഈ ലോക ക്രിക്കറ്റിൽ തന്നെ ഉള്ളൂ. അതും നമുക്ക് നന്നായിട്ടറിയാം. എന്നാലും ഒരു ടീം എന്ന നിലയിൽ, ഒരു ടീമിൻ്റെ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ, ടീമിൻ്റെ കോച്ച് എന്നൊക്കെ നിലയിൽ കുറേ കളികൾ ഇങ്ങനെ ഈ ടീം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം എവിടെയാണൊരു ഫാൾട്ട് പറ്റിയത്, എവിടെയാണ് നമുക്കൊന്ന് മികച്ചതാക്കേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവും. പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്ന കാര്യം അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ അത് ശരിയായ വിലയിരുത്തലല്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അർജൻറ്റായി സീരിയസ് ആയി ഈ ഒരു പ്രശ്നത്തിലേക്ക് ശരിക്കും ഊന്നൽ കൊടുക്കണം. ഇവർ ഓരോ മാച്ചിലും ഓരോ കോംബോ അവർ പരീക്ഷിക്കുന്നുണ്ട്, ഓരോ ലൈനപ്പ് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അമിതമായ പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ടീമിനെ വലിയ കുഴിയിലെത്തിക്കും എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടി വരും. സായ് സുദർശൻ ഒരു മിന്നും താരം തന്നെയാണ്. സായ് സുദർശന് ശരിക്കും ഇന്ത്യൻ ടീമിലും IPLലും ഇനിയൊരു ശോഭനമായ ഒരു ഭാവി നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സായ് സുദർശൻ എന്നുള്ള പേര് ഇപ്പോൾ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു 2025 IPLൽ. 217 അല്ല 250 അടിച്ചാലും ചേസ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ നല്ല കെൽപ്പുള്ള ബാറ്റ്സ്മാൻമാർ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൽ നിലവിൽ ഉള്ളത്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കെൽപ്പ് മാത്രം പോരാ, കുറച്ചുകൂടി ധൈര്യം കൂടി വേണം. ഇനിയെങ്കിലും രാജസ്ഥാൻ ഒരു സെമി ഫൈനലിലേക്ക് എത്തി നമുക്ക് ഒരു സന്തോഷം തരണം എന്നതാണ് പറയാനുള്ളത്.